ദിവ്യകാരുൺ ഈശോയിലും പരിശുദ്ധ അമ്മ മാതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ധന്യനാമത്തിന് നിന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 32-ാം തിരുവചനം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആവേ മരിയ. ദിവ്യകാരുണ്യ ഈശോയിൽ പ്രിയരെ, ഈ കാലഘട്ടത്തിൽ ഓരോ വ്യക്തിയെയും, കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും തകർക്കുന്ന അനേകം പൈശാചികമായ മുദ്രകൾ ഞാനും നിങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവർ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടാവാം, അല്ലാതെ അറിയാതെയാകാം. ചില പൈശാചികമായ വസ്തുക്കൾ നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ അറിഞ്ഞും അറിയാതെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഇത്തരം വസ്തുക്കളിലൂടെ തിന്മയ്ക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് എൻ്റർ ചെയ്യാനുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. നാം തിരിച്ചറിയുന്നില്ല പലരും. എഫേസ്യസ് 6:11 പറയുന്ന പോലെ സാത്താന്റെ കുടില തന്ത്രങ്ങൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ചില പൈശാചികമായ മുദ്രകളുണ്ട്, ചില അടയാളങ്ങളുണ്ട്, ചില പൈശാചിക വസ്തുക്കൾ നമ്മുടെ ഭവനങ്ങളിൽ അത് തിന്മയാണെന്ന് അറിയാതെ, തിന്മയെ അട്രാക്ട് ചെയ്യുമെന്നറിയാതെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. അതുമൂലം ഓരോ വ്യക്തികളും പൈശാചികമായ കടുത്ത ബന്ധനത്തിലേക്ക് പോകുന്നുണ്ട്. പല കുടുംബങ്ങളും പൈശാചികമായ കടുത്ത ബന്ധനത്തിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു തിന്മയെക്കുറിച്ച് പരിശുദ്ധ വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ബോധ്യങ്ങൾ തരുന്ന വലിയ ആത്മീയ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഓൺലൈൻ വചന ശുശ്രൂഷ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പരിശുദ്ധ വചനത്തോട് ചേർത്ത് വെച്ച് എങ്ങനെ ഈ പൈശാചിക മുദ്രകൾ തിരിച്ചറിഞ്ഞ് അതിനൊഴിവാക്കി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കുമെന്നും, അതിലൂടെ നമ്മളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും എല്ലാം കടന്നു വന്നിട്ടുള്ള ആ പൈശാചികമായ ബന്ധനങ്ങളെ തകർത്ത് കളഞ്ഞുകൊണ്ട് വിശുദ്ധിയിലും കൃപയിലും നിറഞ്ഞ് ജീവിക്കാനായിട്ട്, ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കാനായിട്ട് നിങ്ങൾ ഒരുക്കുന്ന ഒരു ഓൺലൈൻ വചന ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷയുടെ ഉദ്ദേശിക്കുന്നത്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങളൊന്ന് ഓർക്കുക, പരമാവധി 100 പേർക്ക് മാത്രമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഗൂഗിൾ മീറ്റിലൂടെയാണ് ഇത് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ, ഈ വചന ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ നിങ്ങളെ പരിശുദ്ധാത്മാ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് ദൈവത്തിന്റെ ജ്ഞാനത്തിലൂടെ, വചനത്തിലൂടെ പകരപ്പെടുന്ന ആ ആത്മീയ രഹസ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പൈശാചികമായ സ്വാധീനങ്ങളെ അതിജീവിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഓൺലൈൻ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ആരെയും നിർബന്ധിക്കുന്നില്ല, ആരെയും പ്രേരിപ്പിക്കുന്നില്ല, ആരെയും നമ്മൾ നിർബന്ധപൂർവ്വം ഇത് ചെയ്യിക്കുന്നില്ല. നിങ്ങൾക്ക് പരിശുദ്ധാൻ പ്രേരണയുണ്ടെങ്കിൽ ഈ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ, ഈ ഓൺലൈൻ വചന ശുശ്രൂഷ പങ്കെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഈ വാട്സപ്പിന്റെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 100 പേർക്ക് മാത്രമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ, ഓൺലൈൻ വചനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഈ ശുശ്രൂഷ എന്നായിരിക്കും, അതിന്റെ സമയം എത്രത്തോളം ആയിരിക്കും എന്നുള്ളതെല്ലാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ വിടുതലും സൗഖ്യവും നിങ്ങൾക്ക് ലഭിക്കുന്ന, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിറഞ്ഞ വചനത്തോട് ചേർത്ത് വെച്ച് പൈശാചികമായ സ്വാധീനങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമ്മൾ ഒരുക്കുന്ന ഈ ഓൺലൈൻ വചന വിടുതൽ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നവർ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ശുശ്രൂഷയുടെ ഡേറ്റും ടൈമും എല്ലാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ദിവ്യകാരുണ്യ ഈശോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.